കന്യാകുമാരി കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ തൂക്കനേർച്ച നാളെ 1124 കുഞ്ഞുങ്ങളെയാണ് വില്ലിൻ തൂക്കനേർച്ചയിൽ പ്രാർത്ഥനയായി സമർപ്പിച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ഭക്തർ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് എത്തുമ്പോൾ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 6:30 തൂക്കനേർച്ചയ്ക്ക് ആരംഭം കുറിക്കുക. 1124 കുഞ്ഞുങ്ങളെയാണ് അമ്മയുടെ തിരുനടയിൽ വില്ലിൽ ഉയർത്തുക. ഇതിനായി 1150 തൂക്കക്കാരാണ് ശരീരവും മനസ്സും ദേവിയിലർപ്പിച്ച് വ്രതശുദ്ധിയോടെ തയ്യാറായി നിൽക്കുന്നത്. ഒരുക്കങ്ങളെക്കുറിച്ച്, ചടങ്ങുകളെക്കുറിച്ച് കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ദേവസ്വം സെക്രട്ടറി വി മോഹൻകുമാർ. രാവിലെ 5:30 മണിക്ക് ദേവി പച്ചപ്പന്തലിലേക്ക് എഴുന്നള്ളും. പച്ചപ്പന്തലിൽ എഴുന്നള്ളിയതിന് ശേഷം 6:30 മണിക്ക് ആദ്യത്തെ വണ്ടി വില്ലിൽ കുത്തിക്കെട്ടും. ആദ്യം ഓടുന്ന വണ്ടി കുഞ്ഞുങ്ങളില്ലാതെ ദേവസ്വം തൂക്കം എന്നാണ് അതിനെ പറയപ്പെടുന്നത്. കുഞ്ഞുങ്ങളില്ലാത്ത ഒരു വണ്ടി ഓടും. അതിനുശേഷമായിരിക്കും നേർച്ച കുഞ്ഞുങ്ങളെയും കൊണ്ടുള്ള വണ്ടി ഓടുന്നത്. ഏകദേശം ഒരു മണിക്കൂറിൽ 15 മുതൽ 19 വണ്ടി വരെ ഓടും. അതായത് നമ്മുടെ ഈ കാലാവസ്ഥ ഇതിൻ്റെയൊക്കെ സാഹചര്യം അനുസരിച്ച് ഒരു വണ്ടിയിൽ 4 കുഞ്ഞുങ്ങളുണ്ടാവും, 4 തൂക്കക്കാരും ഉണ്ടാവും. ഉദ്ദേശം അന്ന് രാത്രി 12 മണിയോളം ആവും എല്ലാ നേർച്ചയും നടത്തി അവസാനിപ്പിക്കുവാൻ. ഭക്തലക്ഷങ്ങൾ ഒഴുകിയെത്തുമ്പോൾ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ദേവസ്വം എക്സിക്യൂട്ടീവ് മെമ്പർ ആർ സതികുമാരൻ നായർ. അവധി ദിവസമായതിന് തൂക്ക സമയത്ത് വളരെ തിരക്ക് അനുഭവപ്പെടും. ക്ഷേത്രത്തിൻ്റെ സൈഡിൽ നിന്നും ഒരുപാട് വോളണ്ടിയേഴ്സിന് നമ്മൾ ബാഡ്ജ് കൊടുത്ത് ഏകദേശം 500ഓളം വോളണ്ടിയേഴ്സ് പല പ്രദേശങ്ങളിലും നിർത്തിയിട്ടുണ്ട്. നമ്മുടെ കരക്കാരെന്ന് പറയുമ്പോൾ 4 കരയായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ കരയിലുള്ള വോളണ്ടിയേഴ്സ് പല സ്ഥലങ്ങളിലും 4 പഴയച്ചക്കടയിൽ, നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തിയായ പഴയച്ചക്കടയിലാണെങ്കിൽ അവിടെ ഇതൊരു ട്രാഫിക് കൺട്രോൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഊരമ്പ് ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്, അവിടെ നിന്ന് ട്രാഫിക് ഉണ്ടായിരിക്കാം, ട്രാഫിക് കൺട്രോൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ കിഴക്കോട്ട് പോയി കഴിഞ്ഞാൽ നെതിരവള ഭാഗത്തിൽ അവിടുത്തെ പോലീസിൻ്റെയും വോളണ്ടിയേഴ്സിൻ്റെയും കടകളുണ്ട്. അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും ഉള്ള കൺട്രോള് നമ്മുടെ ദേവസ്വം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രാവിലെ തുടങ്ങുന്ന തൂക്കം പുലർച്ചെ വരെ നീണ്ടു നിൽക്കും. അതിനുശേഷം വില്ലിൻമൂട്ടിൽ കുരുതി തർപ്പണത്തോടെയാണ് മഹോത്സവത്തിന് പരിസമാപ്തിയാവുക. ജനം, കൊല്ലങ്കോട്.